അയ്യ വണക്കം. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പോൾ നീരാളിയായിട്ടുള്ള നമ്മുടെ പ്രവചന സിംഗം ഉണ്ണി ബാലകൃഷ്ണൻ സാറിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക്, അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ സാറിൻ്റെ സർജിക്കൽ സ്ട്രൈക്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നരവനെ നോക്കൂ, നരവനെ എഴുതിയ പുസ്തകം നോക്കൂ, ആ പുസ്തകം കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിയെ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആകാരം നോക്കൂ, വടിവ് നോക്കൂ, അദ്ദേഹം നടക്കുന്ന നടൻ നോക്കൂ, ആഹഹ എന്നടാ അഴക് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രകടനമായിരുന്നു നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ സാറ് കാഴ്ചവെച്ചത്. ഈ ഉണ്ണി ബാലകൃഷ്ണൻ സാറിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു പരിപാടി തന്നെയാണ്. സംഭവം ആൾ നല്ല വിവരമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വാവെടുക്കുമ്പോൾ ഇളവും. അതാണ് നമ്മുടെ അണ്ണൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് പ്രവചന സിംഗമായിരുന്നു, അപ്പുറത്ത് റിപ്പോർട്ടർ ചാനലിലുണ്ട സമയത്ത് പട്ടിപ്പണിയായിരുന്നു എടുപ്പിച്ചുകൊണ്ടിരുന്നത്. അഗസ്റ്റിൻ സഹോദരന്മാരിൽ അഗസ്റ്റിൻ ഉണ്ടല്ലോ, അഗസ്റ്റിൻ സഹോദരന്മാരാണെങ്കിൽ ഇങ്ങനെ മാതൃഭൂമി ഇരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇരുന്നടത്തുന്നു അനങ്ങൂലായിരുന്നു. അങ്ങനത്തെ ഒരു ചീഫ് എഡിറ്ററായിരുന്നു. അങ്ങനെ ഇരുന്ന മനുഷ്യൻ, അതായത് ഇടയ്ക്കിടയ്ക്ക് മാതൃഭൂമിയിൽ ഇൻ്റർവ്യൂവിന് മാത്രം കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കും, ഇൻ്റർവ്യൂ ചെയ്യുന്ന, അതായത് സംസാരിക്കുന്ന ആളെ നോക്കി ഇങ്ങനെ ഇരിക്കും, കണ്ണിൽ ഐ കോൺടാക്റ്റ് നടത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊട്ടിത്തെറിക്കും, വീണ്ടും ഇങ്ങനെ ഇരിക്കും. ഇതായിരുന്നു അണ്ണൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതിനുശേഷം റിപ്പോർട്ടറിലോട്ട് വന്നു. റിപ്പോർട്ടറിൽ വന്ന ശേഷം പട്ടിപ്പണിയാണ് എടുത്തുകൊണ്ടിരുന്നത്. അതായത് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്ലോയിൽ കിടന്ന് ഡാൻസ് കളിക്കും ഇങ്ങേര്, അതാ അതാ NDA തകരികയാണ്, NDA തകരികയാണ്. അപ്പോൾ NDA കുതിച്ച് കയറും. അപ്പോൾ അണ്ണൻ്റെ വോയിസ് മോഡുലേഷൻ മാറും, NDA തകരികയാണ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ വോയിസ് മോഡുലേഷൻ. അപ്പോൾ ഇങ്ങനെയായി. അത് കഴിഞ്ഞ് അണ്ണൻ വീണ്ടും ഒരു സ്വച്ഛന്തമായിട്ടുള്ളൊരു ജീവിതത്തിന് വേണ്ടി ഏഷ്യാനെറ്റ് ന്യൂസിലോട്ട് കയറി. അവിടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ എടുക്കാൻ ചരക്കായിട്ടിരുന്ന ഒരു അണ്ണനാണ്. എങ്കിലും കയറിയെങ്കിലും നീ കൂടുതൽ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, ഒരു പരിപാടി അങ്ങോട്ട് ചെയ്തുകൊണ്ട് സൈഡിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അണ്ണൻ്റെ ഈ പരിപാടിയിൽ അണ്ണൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ അണ്ണന് വാവെടുക്കുമ്പോൾ അണ്ണൻ ഈ ഇളവും. അതുകൊണ്ട് തന്നെ അണ്ണൻ മമതാ ബാനർജിയെക്കുറിച്ചൊരു വാർത്ത ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. സർജിക്കൽ സ്ട്രൈക്കിൽ മമത കസറി എന്ന് പറഞ്ഞ്, മമത ഇറങ്ങിയ സ്പീഡിൽ മമത തിരിച്ചു കയറുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്. ഒരുപാട് സൈറ്റുകളുണ്ട്, ലൈവിലോ ബാർ ആൻഡ് ബെഞ്ച് എന്ന് പറഞ്ഞ ഒരുപാട് സൈറ്റുകളുണ്ട്. അതിനകത്ത് ഈ മമതാ ബാനർജി എന്താണ് സംസാരിച്ചതെന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിനകത്ത് മമതാ ബാനർജി അതിനകത്ത് ഇരുന്നോട്ട് നല്ലൊരു ഉഗ്രൻ രാഷ്ട്രീയ പ്രസംഗം അങ്ങോട്ട് നടത്തി. സുപ്രീം കോടതിക്കകത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗം. കോടതി കണ്ടം വഴി ഓട്ടിച്ച് ബംഗാൾ ഐ വോണ്ട് ടു മൈ ലോർഡ് മൈ ഓൺ, എന്താണിത്, എൻ്റെയാണ് എന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കണം. എൻ്റെയാണ് ഇതൊക്കെ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തലയ്ക്ക് വല്ല ഓളമുണ്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ പോരാത്തതിന് മമതാ ബാനർജി പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ ഫൈൻ, മമത പറഞ്ഞു. ആർക്കെങ്കിലും തിരിച്ചടി കിട്ടിയോ? കോടതി ആരോടെങ്കിലും പറഞ്ഞോ? നരേന്ദ്രമോദി എടുത്ത് മൂക്കി കയറ്റിയോ? ഒന്നും ചെയ്തില്ലല്ലോ. കോടതി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇലക്ഷൻ കമ്മീഷനോട് നോക്കി ഇങ്ങോട്ടൊക്കെ ചെയ്തോണം, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. കേസ് രീതി നമുക്ക് 9-ാം തീയതിക്ക് വയ്ക്കാം എന്നും പറഞ്ഞു. ഇതാണ് സംഭവം. അപ്പോൾ ഇത് വലിയൊരു ഷോ ഓഫ് ആക്കി മാറ്റി ഇങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്താണെന്ന് നമ്മളൊരു നെല്ലും പതിരും തിരിച്ച് കാണണമല്ലോ. ഇപ്പോൾ നെല്ലും പതിരും തിരിച്ച് കണ്ടാൽ തീരാന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരാൾ പറയുകയാണ് ഞാനൊരു സംഖ്യയാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ച് പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരൂ. സംഘപരിവാരൊക്കെ അവിടെ നിന്നോട്ട്. ഞാൻ പറയുന്ന കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പിണറായി വിജയനെ പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യം പറയുന്നു. നല്ല കാര്യം പറയുമ്പോൾ എന്നെ കമ്മിയാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അതാണല്ലോ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? അതാണ് ചോദിക്കുക. ആ തെറ്റ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, നമ്മൾ തിരുത്താൻ തയ്യാറാണ്. അതിലൊന്നും നമുക്ക് യാതൊരു വിധം മടിയില്ലാത്ത ഒരാളാണ്. തെറ്റ്, കാരണം പരിവർത്തനത്തിലൂടെ മാത്രമേ നമുക്കെന്താണ് നല്ലൊരു മനുഷ്യനാവാൻ പറ്റൂ. മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്നാണ് സംഭവം. അപ്പോൾ അതൊക്കെ അറിയാലോ. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം അണ്ണയും രാഹുൽ ഗാന്ധി തങ്ക കട്ടിയാണ്, തങ്ക കമ്പിയാണ്, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ അണ്ണ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അടിക്കുന്ന ഡയലോഗിൽ അണ്ണ ഒരു ഡയലോഗ് പറഞ്ഞു. അതായത് 2019 മുതൽ 2022 വരെ നരവയനായിരുന്നു ഇന്ത്യയുടെ കരസേനാ മേധാവി. ആ കരസേനാ മേധാവിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അധികാരം മോദി വച്ചൊഴിയുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാണ് അണ്ണൻ പറഞ്ഞത്. ആ ഒറിജിനൽ പൊട്ടനോ വിവരമില്ല. ആ വിവരമില്ലാത്ത പൊട്ടൻ്റെ വാർത്തയെടുത്ത് അനലൈസ് പോലും ചെയ്യാതെ കൊടുക്കുന്ന നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ, അല്ലെങ്കിൽ അണ്ണനെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ എന്ത് പറയണം? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് നടന്നത്? ഈ നരവാനയുടെ പുസ്തകം രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു ആരോപണം വെളിച്ചം കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് നിലം തൊടാതെ പറക്കുന്ന കാഴ്ചയിലേ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. നരവാന പുസ്തകം എഴുതി 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ആ പുസ്തകം എന്തായിപ്പോയി? അത് പ്രസിദ്ധീകരിച്ചില്ല. ഇത് BJPയുടെ സർക്കാരിൻ്റെ കാലത്ത് മാത്രം ഉണ്ടായതല്ലല്ലോ. കോൺഗ്രസിൻ്റെ കാലത്തെ സർക്കാർ ഇതിലും വലിയ യമണ്ട ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡെറ്റോളിട്ട് കഴുകണം. രാജ്യസുരക്ഷ എന്ന് പറയാൻ പോലും അർഹതയില്ലാത്തൊരു വേട്ടാവളിയാണ്. കാരണം ഡെറ്റോളിട്ട് കഴുകണം, ഡെറ്റോളിട്ട്. അത്രമാത്രം രാജ്യത്തിന് കൊലയ്ക്ക് കൊടുത്ത ടീമാണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് മുന്നിലേക്ക് വരുന്നത്.
ഇനി അടുത്തതായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, നരവേനെ അങ്ങനെ പുസ്തകം എഴുതി അത് പ്രസിദ്ധീകരിച്ചില്ല. അത് പ്രസിദ്ധീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു കരസേനാ മേധാവിയായിട്ട് ഒരാളിരിക്കുന്നു, അല്ലെങ്കിൽ എയർഫോഴ്സ് മേധാവിയായിട്ട് ഒരാളിരിക്കുന്നു, ചീഫ് ഓഫ് ഡിഫൻസ് ആയിട്ട് ഒരാളിരിക്കുന്നു. ഇവരെല്ലാം വിരമിക്കുമല്ലോ. വിരമിച്ച് കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഇവർക്കറിയാമായിരിക്കുമല്ലോ. ആണോ? അല്ലേ? അറിയാമായിരിക്കും. ഈ അറിയാവുന്ന രഹസ്യങ്ങൾ ഇവർ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി എന്താവും? ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കറിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരു മാധ്യമപ്രവർത്തകൻ, ഇപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഇന്ത്യയിൽ നടത്തി, അത് പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും? അപ്പം ജയശങ്കർ പറയുന്നു, അത് പരാജയപ്പെട്ടാൽ ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ ബിയും പരാജയപ്പെട്ടാൽ പിന്നെ പ്ലാൻ സി ഉണ്ട് എന്ന് ജയശങ്കർ ഇങ്ങനെ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം നിങ്ങളോട് പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾ ഈ ഭൂമുഖത്തുണ്ടാവില്ല, നിങ്ങളെ കൊന്നുകളയും എന്നാണ് ജയശങ്കർ പറയുന്ന ഒരു സംഭവം വേറെ ഒന്നുമില്ല. കുറച്ചുകൂടെ ലളിതവൽക്കരിച്ച് ഞാനൊരു ഉദാഹരണം പറയാം. S-400 എന്ന് പറയുന്ന വലിയ മുട്ടക്കാട്ടം വ്യോമപ്രതിരോധ സംവിധാനം, ഇത് നമ്മുടെ പടക്ക് സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ നമുക്ക് തരുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ S-800 ഉണ്ടായിരിക്കും, പക്ഷേ അത് ലോകത്തിന് അറിയില്ല. അതാണ് അവരുടെ പ്ലാൻ ബി. മനസ്സിലായില്ലേ? റഷ്യൻ പട്ടാളത്തിൽ നിന്ന് ഒരുത്തൻ അപ്പുറത്ത് അമേരിക്കയ്ക്ക് യുവമാരുടെ കയ്യിൽ 8-400 ഉണ്ട് കേട്ടോ, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ചോർത്തി കൊടുക്കുന്നത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? S-400 നമുക്ക് റഷ്യ തന്നിട്ട് റഷ്യ ഒരു പ്രസ്താവന ഇറക്കും, അളിയാ നമുക്ക് സംയുക്തമായിട്ട് S-500 ഉണ്ടാക്കാൻ കേട്ടോ എന്നൊരു പ്രസ്താവന ഇറക്കും ലോകത്തിനെ കാണിക്കാൻ. പക്ഷേ S-800 അവരുടെ കയ്യിലുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇന്ത്യ എടുത്തു വയ്ക്കുന്ന ലോകത്തിന് മുമ്പിൽ മിസൈലൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇന്ത്യ പ്രദർശിപ്പിക്കുമ്പോൾ അതൊന്നുമല്ല ഇന്ത്യയുടെ ഡിഫൻസ്. ഇന്ത്യയുടെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും എത്രയോ വേ ഹെഡാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബ്രഹ്മോസ് 500 കിലോമീറ്റർ റേഞ്ചിലുള്ളത് നമ്മൾ ഇറക്കുമ്പോൾ നമ്മളെ കയ്യിൽ 2500-5000 കിലോമീറ്റർ റേഞ്ചിലുള്ള ബ്രഹ്മോസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ ഇതാണ് പ്രതിരോധ രഹസ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് ഒരു കരസേനാ മേധാവിയോ ആരെങ്കിലും എടുത്ത് പുറത്ത് വന്നിട്ട് അയാളുടെ പുസ്തകത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ എഴുതാമോ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പുള്ളിയെ ട്രൈറ്റർ എന്നാണ് വിളിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറയും, ഇതാ BJPയുടെ കാലത്തെ മറ്റേ പട്ടാള മേധാവിയായിരുന്നു അങ്ങേര് വന്ന് ഇങ്ങനെ എഴുതി എല്ലാം ചോർത്തി കൊടുത്തു, ഇത് ആരുടെ വീഴ്ചയാണ്? നരേന്ദ്രമോദിയുടെ വീഴ്ച എന്ന് നിങ്ങൾ പറഞ്ഞു വരുത്തും. കാരണം നിങ്ങൾക്ക് അന്ധമായിട്ടുള്ള മോദി വിരോധം മാത്രമേ ഉള്ളൂ, അല്ലേ? അതായത് ഇയാളുടെ പുസ്തകത്തിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അടർത്തിയെടുത്തത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സംഭവം ഡോക്ലാമിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, ചൈനീസ് ടാങ്കറുകൾ ഇരച്ചു കയറുന്നു. ഇത് കണ്ട് കരസേനാ മേധാവി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കുന്നു, രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നു. രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു. 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഓർഡർ വരുന്നു. എന്താണ് നരേന്ദ്രമോദി അതിനകത്ത് പറയുന്നത്? നരേന്ദ്രമോദി അതിനകത്ത് കൃത്യമായി പറയുന്നത്, ജോ ഉചിത് സംചോ വോ ഭി കർലോ, അതായത് താങ്കൾക്ക് എന്താണോ യുക്തിപരമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. സോ എത്ര ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, എത്ര ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. കാരണം സൈന്യത്തിന് മോദി ഫ്രീ ഹാൻഡ് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്താണോ ഉചിതമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യൂ എന്ന് അങ്ങനെ പറഞ്ഞാൽ കുറ്റോടെ അല്ല, എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ്. ഇപ്പം നരേന്ദ്രമോദി വന്നിരുന്ന് അന്നൊരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട്. അതായത് ബാലാക്കോട്ടിൽ ആക്രമണം നടന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അതായത് മഴയുള്ള സമയത്ത് പറഞ്ഞാൽ മതി, കാരണം റഡാറുകളെ മേഘം മറയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ നീയൊക്കെ എന്തോന്നാണ് പറഞ്ഞത്? അയ്യോ മോദി ഒരു ഡിഫൻസ് വിദഗ്ധനാണ് അന്ന് അങ്ങനെ പറഞ്ഞു. ശരി, മോദി അങ്ങനെ പറയുന്നില്ല. ഇനി പട്ടാളക്കാരോട് പറയണം, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങളത് ചെയ്യൂ, ഉചിതമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ചെയ്യൂ, ഞാൻ എന്ത് പറയാനാണ്, ഞാൻ ഓർഡർ തരാം, എന്നിട്ട് അടിച്ച് അവന്മാർ എൻ്റെ കാൽക്കൽ വരണം, അവന്മാർ പറയണം അയ്യോ അടി നിർത്തുന്നു പറയണം. അങ്ങനെ പറയുമ്പോൾ നീയൊക്കെ പറയും, ഓ മോദിയുടെ ആ ഒരു അധികാരം അവന്മാർക്ക് വച്ചു മാറിയെന്ന്. നിനക്കൊക്കെ എന്തിനാണ് പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നെല്ലിക്ക തളം വയ്ക്കണോ? ഊളം പറയിൽ പോയി കിടക്കണോ? അതാണ് എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം എന്ന് പറയുന്നത്. മോദി പറയുന്നത്, എന്താണോ ഉചിതം അത് ചെയ്യൂ എന്ന് മോദി പറഞ്ഞു. അത് നിങ്ങൾ ചെയ്യൂ, നിങ്ങൾക്കാണ് ഫ്രീ ഹാൻഡ്. ഇനി കോൺഗ്രസിൻ്റെ കാലത്തോട്ട് വരാം. ഈ കോൺഗ്രസ്സിന് പട്ടാളക്കാരെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പുറത്ത് നിന്ന് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇപ്പുറത്ത് വന്ന് ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ തലയെറുത്തുകൊണ്ട് പോയ ചരിത്രമുണ്ട്, നമുക്കറിയാമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, താജ് ആക്രമണം നടത്തിയിട്ട് തിരിച്ചൊരു അടി പോലും കൊടുക്കാൻ യുവന്മാർ പട്ടാളത്തിനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല. കാരണം പേടി. ഈ ചിദംബരത്തിൻ്റെ അവൻ്റെ കുഞ്ഞമ്മേരെ മാപ്പിളയൊക്കെ പാകിസ്ഥാന് ഇന്ത്യയിൽ മറ്റേ നോട്ടടിക്കണ പ്ലേറ്റ് എടുത്ത് അങ്ങോട്ട് കൊടുത്ത് പാകിസ്ഥാൻ അതും അവിടെ നിന്ന് ഒറിജിനൽ പ്ലേറ്റാണ്, ഇന്ത്യയുടെ ഒറിജിനൽ നോട്ടടിക്കുന്ന പ്ലേറ്റാണ്, അതും വെച്ച് നോട്ടടിച്ചിറക്കി കണ്ടെയ്നർ കണക്കിന് നോട്ട് ഇവിടെ വന്നു. ആ നോട്ട് ഇവിടെ വന്ന് അത് അന്വേഷിക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങി. ആ ഉദ്യോഗസ്ഥൻ ഒരു പട്ടാളക്കാരൻ ഇറങ്ങി. ആ ഉദ്യോഗസ്ഥൻ ഇറങ്ങിയപ്പം യുവമാർ എന്ത് ചെയ്തു? യുവമാർ മാലേഗാവ് സ്ഫോടനം നടത്തിയിട്ട് ആ പട്ടാളക്കാരനെ പിടിച്ചകത്തിട്ട് അയാളാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് മാലേഗാവ് സ്ഫോടനത്തിൽ പിടിച്ചകത്തിട്ട്. ഇപ്പം മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ സ്ഫോടനത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് ഒരു തെളിവുമില്ലാന്ന് കണ്ട് എല്ലാവരെയും പിടിച്ച് പുറത്താക്കിയത്. അതായത് എല്ലാ
പ്രതികളെയും വെറുതെ വിട്ടത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ആരാണ് നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ആ കാലം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പല പല ആൾക്കാരും മറന്നു പോകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി അവിടം കൊണ്ടും തീരുന്നില്ല. ഇത് മാത്രമോ, സിയാച്ചിനിൽ എന്താണ് സംഭവിച്ചത്? സിയാച്ചിനിൽ ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള ആ പ്രദേശം എടുത്ത് കണ്ടവന് കൊടുത്തതാരാണ്? അവിടെ നിന്ന് പട്ടാളക്കാരെ പിൻവലിച്ചതാരാണ്? ഇതൊക്കെ ഒരു ചോദ്യമല്ലേ? പോട്ടെ, ചൈനയുടെ ദോക്ലാമിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ അന്നത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? നമ്മുടെ എ കെ ആൻ്റണി അന്ന് പറഞ്ഞെന്താണ്? അതായത് ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഫോർ ഡിഫൻസ് ഈസ് ആൻ അൺഡെവലപ്ഡ് ബോർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡർ ഡെവലപ്പ് ചെയ്തിട്ട്, ചൈന ബോർഡർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ബോർഡർ ഡെവലപ്പ് ചെയ്താൽ തീർന്നു. അപ്പോൾ ചൈന കയറി അടിക്കും. പേടിത്തൊണ്ടനെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇന്ത്യക്കാരനെന്ന് പറയുന്നതിൽ ഒരു അപമാനം തോന്നുന്ന ഒരു സമയമായിരുന്നു അത്, സത്യം പറഞ്ഞാൽ. കാരണം ചൈനയുടെ മുമ്പിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളതുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കുക എന്ന് പറയുന്ന ഒരു കൂതറ പ്രതിരോധ മന്ത്രിയും അതിലും കിഴങ്ങനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും ലോക വേട്ടാവളിയനായിട്ടുള്ള കുറേ മന്ത്രിമാരുമുള്ള ഒരു കാലമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതൊക്കെ വച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രോമത്തിൽ തൊടാൻ ഇവനൊന്നും ഒരു അർഹതയില്ല. അങ്ങനെ രോമത്തിൽ തൊടാൻ അർഹതയില്ലെന്ന് മാത്രമല്ല, ഇവന്മാർക്ക് രാജ്യസുരക്ഷ എന്ന് പറയുന്ന ഇവന്മാരുടെ വായ ഡെറ്റോളിട്ട് കഴുകണം. അതാണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ താജ് ആക്രമണം നടക്കുന്ന മുമ്പേ 100,000 മുന്നറിയിപ്പ് വന്നു, എല്ലാം അവഗണിച്ച്. എന്നിട്ട് ഇസ്രായേൽ വന്ന് നമ്മളെ ഇന്ത്യയുടെ മണ്ടയിൽ നിൽക്കുകയാണ്, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാർ എന്തോന്ന് പറഞ്ഞു? അയ്യോ വേണ്ട, ഇറങ്ങണ്ടെന്ന്. അമേരിക്ക അവിടെ നിന്ന് നമുക്കിത് തരണം, അതായത് അമേരിക്ക പറയണം ആക്രമണം നടക്കുന്നു എന്ന്. അപ്പോഴാണ് നമ്മൾ ഇറങ്ങുക, അയ്യോ അമേരിക്ക. അപ്പോൾ NSG എല്ലാം കൂടെ ചാടി ഇറങ്ങിയപ്പം വിമാനം ഇവിടെ, അയ്യോ സോറി വിമാനമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ ഊന്ന് വണ്ടി എടുത്ത് പോകട്ടെ. അവിടെ അറ്റാക്ക് നടക്കുകയാണ്, 170 പേരാണ് മരിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. വായ ഡെറ്റോളിട്ട് കഴിയണം, അത് പറയണവൻ്റെയും ഇത് പറയണവൻ്റെയും, കേട്ടോ, വായ ഡെറ്റോളിട്ട് കഴിയണം. അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ നാട്ടിൽ നടന്ന സംഭവം. എന്നിട്ട് തിരിച്ചടിക്കാൻ പട്ടാളക്കാരെല്ലാം കൂടെ അവരുടെ രക്തം തിളച്ചു നിന്ന ആ ഒരു സമയത്ത് പറയുകയാണ് നമുക്ക് അടിക്കേണ്ട, നമുക്ക് നയതന്ത്രപരമായിട്ട് ഡീൽ ചെയ്യാം. അതെന്താ അടിക്കേണ്ട എന്ന് ചോദിച്ചപ്പോൾ ധനോവയോട് ഇവർ പറയുക. ധനോവയായിരുന്നു അന്നത്തെ എയർ മാർഷൽ, എയർഫോഴ്സിൻ്റെ മാർഷൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അല്ല. അപ്പോൾ അന്ന് ആ എയർ മാർഷലിനോട് ഇവർ പറയുകയാണ്, അയ്യോ വേണ്ട, അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്. നരേന്ദ്രമോദി ഇന്ന് കിരാന ഹിൽസിൽ അടിച്ച് ആണവായുധം ഉണ്ടെങ്കിൽ നീയൊക്കെ എടുത്തുകൊണ്ട് വാടാ, നിൻ്റെ ആസനത്തിൽ തിരിവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി ഇരുന്നത്. അതാണ് മോദിജി. ഇവിടെയുള്ള കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം, രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ നീയൊക്കെ എന്ത് ആരോപണം BJPക്കെതിരെ കൊണ്ടുവന്നാലും ഇവിടെയുള്ള ജനങ്ങൾ വിശ്വസിക്കും. സുഡാപ്പികൾ വിശ്വസിക്കും. അവന്മാർ വിശ്വസിച്ച് അവന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും. കാരണം മിനിറ്റിന് തന്തയെ മാറ്റുന്ന സ്വഭാവം അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവന്മാരെ സുഖിപ്പിക്കുക നിനക്ക്, അല്ലാതെ വേറെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിൽ. ഇത് ഉണ്ണി ബാലകൃഷ്ണൻ ചേട്ടൻ അറിഞ്ഞുകൂടാത്ത കാര്യമൊന്നുമില്ല. കാരണം എല്ലാം കണ്ട് മലച്ച് വന്നിരിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ് എന്ന് പറഞ്ഞ് കയറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. എന്തായാലും എനിക്കൊരു സീൻ ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഈ ബുക്കും പൊക്കി പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ ഇരുന്നപ്പം ആ സൈഡിൽ കൂടെ പോയ രേവന്ത് ബിട്ടുവിനെ രാഹുൽ ഗാന്ധി ചതിയൻ എന്ന് വിളിച്ചു, അതായത് ട്രൈറ്റർ എന്ന് വിളിച്ചു. അവൻ തിരിച്ച് നല്ല യമണ്ടൻ തെറി, നല്ലൊരു പുളിച്ച തെറി അടിച്ചു കൊടുത്തിട്ട് പോയി. വല്ല കാര്യം ഉണ്ടായിരുന്ന? ഈ രേവന്ത് ബിട്ടു എന്ന് പറയുന്നത് കോൺഗ്രസ്സിലുള്ള ആളായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രവർത്തന മികവ് കണ്ടുകൊണ്ടാണ് നേരെ BJPയിലോട്ട് വന്നത്. ഇപ്പോൾ അന്തസ്സായിട്ട് BJPയിലിരിക്കുന്നു. നിങ്ങൾ രാജ്യത്തിൻ്റെ ശത്രുവാണ് എന്നാണ് രേവന്ത് ബിട്ടു രാഹുൽ ഗാന്ധിയെ നോക്കി പറഞ്ഞത്. ഇതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറമുണ്ട്. അക്സായി ചിന്നി തൊട്ടേ കിടക്കുകയാണ്, ആ പാക് അധീന കശ്മീർ തൊട്ടേ കിടക്കുകയാണ്. ആ പാക് അധീന കശ്മീരുണ്ടല്ലോ, നമ്മളിപ്പോൾ നമുക്ക് കുരുവായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമില്ലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവിടെ ജസ്റ്റ് ഒരു മുള്ളുവേലി എടുത്ത് കെട്ടിയിട്ട് ഇത് നമ്മളെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് നെഹ്റു ഉണ്ടല്ലോ, നെഹ്റു, അതായത് ഈ രാജ്യത്തിൻ്റെ നവയുഗ ശില്പി, ആ വേട്ടാവളിയനാണെങ്കിൽ ഇതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യും, ഇതുകൊണ്ട് UN വയ്ക്കാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് UN വെച്ച് ഇപ്പോഴും അതവിടെ ഇരിക്കുകയാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, അതിപ്പം നമ്മൾ ചെയ്ത് കാണിച്ചു തരും. അതായത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 സിന്ധ് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ നമുക്കുള്ള ആവശ്യമുള്ള സ്ഥലം നമ്മളങ്ങ് പിടിച്ചെടുക്കുക, അത് മാത്രമേ നടക്കുന്നുള്ളൂ. അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു നമ്മൾ നോക്കണം. എല്ലാത്തിനും അടിച്ച് ഓട്ടിച്ചേക്കണം. നമുക്ക് നമ്മുടെ കാര്യമാണ് വലുത്. അതുകൊണ്ട് ആ സമയത്ത് മനുഷ്യാവകാശ സംഭവമൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വരും. അതൊന്നും നമ്മൾ ഡീൽ നോക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. നമ്മുടെ ആൾക്കാർ സുഖമായിട്ടിരിക്കുന്നു, നമ്മളത് മാത്രം നോക്കിയാൽ. ആഗോള കിഴങ്ങൊന്നും നമുക്കിപ്പോൾ എടുത്താൽ പൊങ്ങൂല. അതുകൊണ്ട് ആഗോള അതിലോട്ട് നമുക്ക് പോകണ്ട. തൽക്കാലം നമ്മുടെ ചുറ്റുമുള്ള ഭൂഗോളത്തിൻ്റെ കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ മതി എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണവും ചീറ്റിയല്ലോ. പിന്നെ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, എപ്സ്റ്റീൽ ഫൈൽസിലാണ് എൻ്റെ പേരുണ്ടെന്ന്. തൽക്കാലം അത് വെച്ചൊന്ന് ഡീൽ ചെയ്യും. അപ്പോൾ ശരി.